അമ്മി മോളും കൂട്ടാണ്. സുന്ദര സ്റ്റമ്പുമ്മക്കേ എങ്ങനെ എറിഞ്ഞാലും അടിച്ചു തുടങ്ങി. ഉണ്ണി അച്ഛൻ പറഞ്ഞു നിന്ന് സമയം എടുത്തിട്ട് സ്റ്റമ്പുമ്മക്ക് ഉന്നം പിടിച്ചിട്ട് എറിയേ. നിന്ന് സമയം എടുത്തിട്ട് സ്റ്റമ്പുമ്മക്ക് ഉന്നം പിടിക്കേ. മതി മതി, ഒന്നും ചെയ്യണ്ട. സ്റ്റമ്പുമ്മക്ക് എറിയേ സമയം എടുത്തിട്ട്. ഓക്കെ, ബാറ്റിന്റെ കടക്കി കയറിയേ. ഗുഡ് ബോൾ. ഇങ്ങോട്ട് തിരികെ ബോളർ ബോളർ. ആ വരുന്നോ വരുന്നോ വരുന്നോ. ഉറച്ചിട്ടെടുത്തടാ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ ബാറ്റിന്റെ മോളിക്ക് അറിയേ. ബാറ്റിന്റെ മോളിക്ക് നിന്ന് സമയം എടുത്തിട്ട് അറിയേ. ഓക്കെ, ആ ധന്യ പറഞ്ഞു നിന്ന് സമയം എടുത്തിട്ട് എറിയുണ്ണിയെ. കൂട്ടിട്ടെടുത്തോ. നിന്ന് സമയം എടുത്തിട്ടാണ് ബോൾ ചെയ്യേണ്ടത്. തിക്കുന്നേരക്ക് കൂട്ടിയിട്ട് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ ഈ വെക്കേഷനിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നിന്ന് സമയം എടുത്ത് സ്റ്റമ്പുമ്മക്ക് ഫോക്കസ് ചെയ്ത് കൈ പൊന്തിച്ചിട്ട് എറിയും. കൈ പൊന്തിച്ചിട്ട്. ആ എറിഞ്ഞോ എറിഞ്ഞോ. ഉണ്ണി എറിഞ്ഞോണ്ടിരിക്കുന്നത് വൈഡാണ്. നിന്ന് സമയം എടുത്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് സ്റ്റമ്പുമ്മക്ക് എറിയേ. നിന്ന് സമയം എടുത്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് സ്റ്റമ്പുമ്മക്ക് എറിയേ. കൈ പോകേണ്ടത് ഇടത്തെ ഭാഗത്തേക്കാണ്. ആ അതന്നെ. ഗുഡ് ബോളിങ് ഗുഡ് ബോളിങ് ഗുഡ് ബോളിങ്. വലത്തെ കയ്യെ പിടിക്കുക, ഇടത്തെ ഭാഗത്തേക്ക് ബോൾ ചെയ്യുക. ഇടത്തെ ഭാഗത്തേക്ക് ബോൾ ചെയ്യുക. വലത്തെ കൈ പിടിച്ചിട്ട് ഇടത്തെ ഭാഗത്തേക്ക്. ഗുഡ് ബോളിങ്. ആ നിന്ന് സമയം എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് അറിയേ. വലത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തേക്ക്. ആ ഗുഡ് ബോളിങ്. ക്രിക്കറ്റ് ട്രെയിനിങ്ങിനിടയിൽ അമ്മയും മകളുടെയും സ്നേഹാതുരമായ കാഴ്ചകളാണ് കാണുന്നത്. നിന്ന് സമയം എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് എറിയുക. ട്രെയിനിങ് ഇടത്തെ ഭാഗത്തേക്ക് എറിയുക. വലത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തേക്ക് എറിയുക. ഗുഡ് ബോളിങ് ഗുഡ് ബോളിങ് ഗുഡ് ബോളിങ്. അപ്പം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ കൈ പൊന്തിച്ചെറിയാൻ പഠിപ്പിക്കുക. ഗുഡ് ബോളിങ് ഗുഡ് ബോളിങ്. ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ വെക്കേഷനിലൊക്കെ നിങ്ങൾ മക്കളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ബോൾ, പിന്നെ ബോൾഡ് ഫിറ്റിൻ്റെ മറ്റേ ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റ് വരുന്നുണ്ട്, ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റമ്പ് സെറ്റ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ വരുന്നുണ്ട്. അപ്പം നിന്ന് സമയം എടുത്തിട്ട് കൈ പൊന്തിച്ചിട്ട് ഇടത്തെ ഭാഗത്തേക്ക് എറിയുക. സുന്ദരമണി നിങ്ങൾ നോക്കിയേ. ഓക്കെ, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൈ എടുത്ത് വേർപ്പൊക്കെ തുടച്ച് കളയുന്നുണ്ട്. ബോൾ എടുത്തോ. ബോൾ എടുക്കുക. നിന്ന് സമയം എടുത്ത് കൈ മെല്ലെ സമയം എടുക്കുക. കൈ പൊന്തിക്കേ. എന്നിട്ട് ഇടത്തെ ഭാഗത്തേക്ക് എറിയേ. ബാറ്റിൻ്റെ കടക്കിക്ക്. കസാര എടുക്കാൻ ഭാഗത്തേക്ക്. ഗുഡ് ബോളിങ്. ഈ ബോളിങ്ങാണ് വേണ്ടത്. കീപ്പർ മണികണ്ഠൻ അവിടെ. നിന്ന് സമയം എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് എറിയാം. വലത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തേക്ക്. ആ സമയം എടുത്തിട്ടേ. അപ്പോഴേക്കും ഉണ്ണിക്ക് സ്വഭാവം മാറി. നിന്ന് സമയം എടുത്ത് കൈ പൊന്തിച്ചെറിയണം കേട്ടോ. കുട്ടികളെന്താ വെച്ചാൽ കുട്ടികൾ 2 പ്രാവശ്യം നന്നായിട്ട് എറിയുമ്പോഴേക്കും അവരെ ശ്രദ്ധ മാറും. അങ്ങനെ മാറരുത്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം. നിന്ന് സമയം എടുത്തിട്ട് കൈ ഇടത്തെ ഭാഗത്തേക്ക്. ആ അതിന് ഇടത്തെ ഭാഗം കൈ പൊന്തിച്ച് പിടിച്ചിട്ട് എറിഞ്ഞു പിടിക്കേ. ആ എറിഞ്ഞോ. ഇത്ര പോകരുത്. ഒരു ബോൾ ഞാൻ എറിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു ബോൾ അച്ചായിക്കോട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കൈ താഴ്ത്തിട്ട് എറിക്കരുത്. കൈ പൊന്തിച്ച് പിടിക്കുക. അങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ആളെ ഫോക്കസ്. ഇപ്പോൾ അതെന്താണ് ബാറ്റർ നിൽക്കുന്നത് കേട്ടോ. ഔട്ട് ഓഫ് ഫോക്കസ്. ഞാൻ ബോൾ കൊണ്ടുണ്ട്. അല്ല ഇതേപോലെ എറിഞ്ഞാൽ മതി. കുട്ടികളെ കൊണ്ട് എറിയിപ്പിക്കുക. കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാറ്റ് അതായത് സ്റ്റമ്പിൽ നിന്ന് ഒരു ബാറ്റ് ഒന്നര ബാറ്റ് ഫ്രണ്ടിലേക്ക് നീട്ടിട്ടിട്ട് ഒരു വെള്ള ലൈന്, അത് ചോക്കോണ്ടോ വെള്ള പൊടി കൊണ്ട് ഒരു ലൈൻ ഇട്ടെടുക്കുക. ആ ലൈനിൻ്റെ പുറത്തേക്ക് ബോൾ ചെയ്യിപ്പിക്കുക. അതായത് കുട്ടികൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് കൈ പൊന്തിച്ച് പിടിച്ചിട്ട് അതായത് ബാറ്റ്സ്മാൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എറിയിപ്പിക്കുക. ബാറ്റ്സ്മാൻ്റെ റൈറ്റ് സൈഡിലേക്ക് എറിയിപ്പിക്കരുത്. അതായത് കുട്ടി നിൽക്കണതിൻ്റെ
ബാറ്റ്സ്മാൻ്റെ ലെഫ്റ്റ് ബാറ്റ്സ്മാൻ്റെ ഓഫ് സൈഡ് എറിയിപ്പിക്കുക, ലെഗ് സൈഡ് എറിയിപ്പിക്കരുത്. ഓഫ് സൈഡ് കയറി കൈ വന്നിച്ചു ഒന്ന് അച്ഛൻ പിടിപ്പിച്ചാൽ കൈ ലൂസാക്കി പിടിക്കേ. ഓക്കെ, ഓഫ് സൈഡ് ഇട്ടാ. ഓക്കെ, ഇനി ഉണ്ണി എറിയിട്ടാ.